ജയലളിത അന്തരിച്ച ദിവസം പുലർച്ചെ തന്നെ പനീർശെൽവത്തെ മുഖ്യമന്ത്രിയാക്കിയ ഗവർണർ വിദ്യാസാഗർ റാവു ഇപ്പോൾ നടത്തുന്ന നീക്കങ്ങൾ ഭരണഘടനാപരമാണോ അതോ വെറും രാഷ്ട്രീയ കളിയോ? അധികാരത്തിന്റെ ആർത്തി പൂണ്ട രൂപങ്ങളായി നേതാക്കൾ അധപതിച്ചാൽ തെരഞ്ഞെടുത്തുവിട്ട ജനം സ്വയം അപഹാസ്യരാവുകയല്ലാതെ അവർക്ക് മുമ്പിൽ മറ്റെന്തു വഴിയാണുള്ളത്? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ആദ്യം പ്രധാന വാർത്ത. അസ്ഥിരത വർദ്ധിപ്പിച്ച് തമിഴ്നാട്ടിൽ ഗവർണറുടെ മെല്ലെപ്പോക്ക്. MLA മാർ എവിടെയെന്ന് ഹൈക്കോടതി. ഗവർണർ കേന്ദ്രസേനയെ വിളിച്ചേക്കും. തടവിലല്ലെന്ന് വിശദീകരിച്ച് 5 അണ്ണാ DMK MLA മാർ. പരസ്പരം പോരടിച്ച് ഇരു ക്യാമ്പുകളും. മധുസൂദനെ ശശികല പക്ഷം പുറത്താക്കി. സ്റ്റാലിൻ ഗവർണറെ കണ്ടു. കണക്കുകൂട്ടലുകളുമായി BJPയും കോൺഗ്രസും. ലോ അക്കാദമിക്ക് ജില്ലാ കളക്ടറുടെ നോട്ടീസ്. അധിക ഭൂമിയും അനധികൃത നിർമ്മാണങ്ങളും 15 ദിവസത്തിനകം ഒഴിയണം. വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ടു പോകാൻ റവന്യൂ മന്ത്രിക്ക് CPI നിർദ്ദേശം. CPIയെ വിമർശിച്ച് കോടിയേരി. തള്ളിക്കളഞ്ഞ് കാനം. മഹാരാജാസ് കോളേജിൽ പ്രിൻസിപ്പലിന്റെ കസേര കത്തിച്ചതിന് പിന്നിൽ അധ്യാപകരും. 7 അധ്യാപകർക്കെതിരെ നടപടിക്ക് ശുപാർശ. 10 SFI പ്രവർത്തകർക്കെതിരെയും അന്വേഷണ സമിതി റിപ്പോർട്ട്. യൂണിവേഴ്സിറ്റി കോളേജിലെ സദാചാര ഗുണ്ടായിസത്തിൽ SFI യൂണിറ്റ് സെക്രട്ടറി അടക്കം 13 പ്രവർത്തകർക്കെതിരെ കേസ്. പാർലമെന്റിൽ പ്രധാനമന്ത്രിയെ കോൺഗ്രസ് ബഹിഷ്കരിക്കും. മൻമോഹൻ സിംഗിനെതിരായ പരാമർശം പിൻവലിക്കാത്തതിൽ പ്രതിഷേധം. നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയയ്ക്കും രാഹുലിനുമെതിരെ കൂടുതൽ തെളിവുകൾ ഹാജരാക്കി സുബ്രഹ്മണ്യം സ്വാമി. ഉത്തർപ്രദേശിൽ നാളെ ആദ്യഘട്ട പോളിംഗ്. ഹൈദരാബാദിൽ വിരാട് കോഹ്ലിക്ക് ഡബിൾ സെഞ്ചുറി. തുടർച്ചയായി 4ാം ടെസ്റ്റ് പരമ്പരയിലും ഇരട്ടശതകം നേടുന്ന ആദ്യ താരം. സാഹയ്ക്ക് സെഞ്ചുറി. ഇന്ത്യക്ക് കൂറ്റൻ 1ാം ഇന്നിംഗ്സ് സ്കോർ. ബംഗ്ലാദേശിന് ആദ്യ വിക്കറ്റ് നഷ്ടം. നല്ല ഒന്നാന്തരം തമിഴ് പൊളിറ്റിക്കൽ മെലോഡ്രാമ. അഭിനേതാക്കൾ, നിലയും വിലയുമില്ലാത്ത കുറേ നേതാക്കൾ. തമിഴ്നാട്ടിൽ ഭരണപ്രതിസന്ധി തുടരുകയാണ് അയവില്ലാതെ. MLA മാർ എവിടെയെന്ന് വെളിപ്പെടുത്തണമെന്ന് ഗവർണറും ഹൈക്കോടതിയും ആവശ്യപ്പെട്ടു. തടവിലല്ലെന്ന വാദവുമായി 5 ശശികല പക്ഷ MLA മാർ രംഗത്തെത്തിയെങ്കിലും MLA മാരെ മോചിപ്പിക്കാൻ കേന്ദ്രസേനയെ വിളിക്കുമെന്ന സൂചന നൽകി ഗവർണറും രംഗത്തു വന്നു. പനീർശെൽവത്തെ പിന്തുണച്ച മധുസൂദനനെ പുറത്താക്കി. ചെങ്കോട്ടയ്യനെ ശശികല AADMK പ്രസിഡിയം ചെയർമാനാക്കി. പാർട്ടിയിൽ കുടുംബവാഴ്ച അനുവദിക്കില്ലെന്ന വാദവുമായി പനീർശെൽവവും മധുസൂദനും നിലപാട് കടുപ്പിച്ചു. നിയമസഭ അടിയന്തരമായി വിളിച്ചു ചേർക്കണമെന്ന് MK സ്റ്റാലിൻ ആവശ്യപ്പെട്ടപ്പോൾ ധൃതിയിൽ തീരുമാനം വേണ്ട എന്ന നിലപാടിലാണ് കോൺഗ്രസ്. ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് മുൻ ഗവർണർ ശ്രീ MM ജേക്കബ്, കോൺഗ്രസ് നേതാവ് BJP പ്രതിനിധീകരിച്ച ശ്രീ VV രാജേഷ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ PK ശ്രീനിവാസൻ ചേരുകയാണ്. ഞങ്ങളുടെ ഈ ചർച്ചകളിലേക്ക് പോകും മുമ്പ്, അതിഥികളിലേക്ക് കടക്കും മുമ്പ്, തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഇന്നത്തെ സംഭവവികാസങ്ങളിൽ അവലോകനം ചെയ്ത് CNN News 18 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ സഖ ജേക്കബ് CN പ്രകാശിനൊപ്പം ചെന്നൈയിൽ നിന്ന് ഇപ്പോൾ ചേരുന്നുണ്ട്. പ്രകാശിനോട് സഖ തമിഴ്നാട്ടിലെ നിലവിലെ സാഹചര്യങ്ങൾ വിശകലനം ചെയ്യുകയാണ്. ആദ്യം അതിലേക്ക് പോകാം, തുടർന്ന് ചർച്ചയിലേക്ക്. രാഷ്ട്രീയ അനിശ്ചിതത്വം തുടരുന്ന തമിഴ്നാട് രാഷ്ട്രീയം ദേശീയ തലത്തിൽ തന്നെ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി വലിയ തോതിൽ ശ്രദ്ധയാകർഷിക്കുകയാണ്. ഒരു ഭരണ പ്രതിസന്ധിയിലേക്കാണോ തമിഴ്നാട്, വലിയ സംസ്ഥാനമായ തമിഴ്നാട് നീങ്ങുന്നത് എന്ന ആശങ്ക രാഷ്ട്രീയ കേന്ദ്രങ്ങൾക്കും ഭരണകേന്ദ്രങ്ങൾക്കും ഉടലെടുത്തു കഴിഞ്ഞു. ഇപ്പോൾ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സ്ഥിതിഗതികളെക്കുറിച്ച് വിശദമാക്കുന്നതിനും വിശദീകരിക്കുന്നതിനും വിശകലനം ചെയ്യുന്നതിനും CNN News 18 ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് എഡിറ്റർ സഖ ജേക്കബ് ചേരുന്നു. സഖ ജേക്കബ്, എങ്ങനെയാണ് തമിഴ്നാട് രാഷ്ട്രീയത്തെ താങ്കൾ കാണുന്നത്? ഇത് തീർച്ചയായിട്ടും ഒരു പ്രതിസന്ധി തന്നെയാണ്. കാരണം ജയലളിതയുടെ മരണത്തിന് ശേഷം ഇവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ക്രൈസിസ്, സ്പെഷ്യലി ഈ പനീർസെൽവം എന്ന് പറഞ്ഞ അദ്ദേഹമായിരുന്നല്ലോ മുഖ്യമന്ത്രി. അപ്പം അദ്ദേഹത്തിനെ മാറ്റി ശശികലയെ മുഖ്യമന്ത്രിയാക്കണമെന്ന് അവരുടെ തന്നെ ഈ അണ്ണാ DMK പാർട്ടിയിലെ ഭൂരിപക്ഷം MLA മാർ അതാണ് അവരുടെ താല്പര്യമെന്ന് അവർ പറയുകയും ശശികലയെ ഈ നിയമസഭാ നേതാവായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്തു.
അത് കഴിഞ്ഞിട്ട് സംഭവിച്ചെന്നുള്ള ശശികല ഗവർണറെ കണ്ട് ഭൂരിപക്ഷം 130 MLA-മാർ എൻ്റെ സപ്പോർട്ടുണ്ട് എന്നുള്ള ഒരു എഴുത്ത് കൊടുക്കുകയും ഗവർണർ ഒരു 3 ദിവസം എടുത്ത് പുള്ളി മുംബൈയിൽ നിന്ന് ഇവിടെ ചെന്നൈയിലേക്ക് വരാനായിട്ട്. ഇപ്പം നടക്കുന്നതെന്ന് വെച്ചാൽ OPS, അതായത് O പനീർസെൽവം, പുള്ളിയുടെ ക്യാമ്പ് ആരോപണം പറയുന്നത് ഈ ശശികല ഈ 130 MLA-മാരെയും ഒരുവിധം തടവ് വസത്തിൽ വെച്ചിരിക്കുകയാണ് ഒരു റിസോർട്ടിൽ. അതായത് ചെന്നൈയിൽ നിന്ന് ഒരു 100 കിലോമീറ്റർ മാറി ഒരു റിസോർട്ടിൽ തടവ് വസത്തിൽ വെച്ചിരിക്കുകയാണെന്നാണ് അവരുടെ ആരോപണം. ശശികല പറയുന്നത് അങ്ങനെയല്ല, ഈ അവിടെയുള്ള MLA-മാർ, വന്നിരിക്കുന്ന MLA-മാർ അവരുടെ തന്നെ സ്വന്തം ഇഷ്ടം അനുസരിച്ചാണ് വന്നിരിക്കുന്നത്. അവർ പറയുന്ന ഗവർണർ എത്രയും പെട്ടെന്ന് നിയമസഭയിൽ ഒരു ഫ്ലോർ ടെസ്റ്റിന് വേണ്ടി ഇവരെ ക്ഷണിക്കണമെന്നുള്ള നിലപാടാണ് ശശി. ഈ ഡ്രാമ ആരംഭിക്കുന്നത് ചൊവ്വാഴ്ച മറൈൻ ബീച്ചിലെ ജയലളിതയുടെ സ്മൃതി മണ്ഡപത്തിൽ 10-20 മിനിറ്റ് പനീർസെൽവം പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം അമ്മയുടെ ആത്മാവ് ചില വെളിപ്പെടുത്തൽ നടത്തണമെന്ന് ആവശ്യപ്പെടുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ്. പക്ഷേ ഇതുവരെ തമിഴ് രാഷ്ട്രീയത്തിൽ ഒരു വിധേയത്വ സ്വഭാവം പ്രകടിപ്പിച്ചിരുന്ന രാഷ്ട്രീയ നേതാവ് വളരെ പെട്ടെന്ന് ഇങ്ങനെ മുന്നോട്ട് വരുന്നതിൻ്റെ പിന്നിൽ മറ്റേതെങ്കിലും ദേശീയ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സ്വാധീനം വിലയിരുത്തപ്പെടുന്നുണ്ടോ താങ്കൾ? ശശികലയുടെ ക്യാമ്പ് പറയുന്നത്, അവരുടെ ആരോപണം എന്ന് പറയുന്നത്, ഈ O പനീർസെൽവം എന്ന മുഖ്യമന്ത്രി, അദ്ദേഹം നിങ്ങൾ ജയലളിത മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും മാഡം അവർ ജയിലിൽ പോകേണ്ട ഒരു അവസ്ഥ വന്നപ്പോഴും ഇദ്ദേഹത്തിനെയാണ് നിയമിച്ചത്. കാരണം ഇദ്ദേഹം അങ്ങനെ ഒരു ത്രെട്ടനിങ് മനുഷ്യനല്ലായിരുന്നു. എപ്പോഴും ആൾക്കാരെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു സ്വഭാവമായിരുന്നു. അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനത്തെ ഒരു ആള് ഒരു റെബൽ ആയി മാറിത്തീരുമെന്ന് അവർ പ്രതീക്ഷിച്ചില്ല. CNN ന്യൂസ് 18-ന്റെ ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് എഡിറ്ററാണ് ഇപ്പോൾ സംസാരിച്ചത്. തമിഴ്നാട് രാഷ്ട്രീയം ഏതൊക്കെ വിധത്തിലാണ് ഈ ഭരണഘടനാപരമായ പ്രതിസന്ധിയുടെ കാലത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി CN പ്രകാശനോട് ചെന്നൈയിൽ വെച്ച് സംസാരിച്ചത്. ഈ ചർച്ചയിലേക്ക് പോവുകയാണ്. ആദ്യം സൂചിപ്പിച്ചതുപോലെ മുൻ ഗവർണർ കോൺഗ്രസ് നേതാവ് ശ്രീ MM ജേക്കബ് ചേരുന്നു, VV രാജേഷ് ഉണ്ട്, PK ശ്രീനിവാസനുണ്ട്, ഒപ്പം തന്നെ AADMK-യുടെ സംസ്ഥാന കേരള സ്റ്റേറ്റ് കോർഡിനേറ്റർ ബിജു രമേശ് ചേരുന്നു. അഡ്വക്കേറ്റ് രാംകുമാറിനെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. ശ്രീ MM ജേക്കബ്, ആരും തർക്കമില്ലാത്തൊരു പ്രധാന കാര്യം, ഭരണഘടനാ പ്രതിസന്ധി, ഭരണപരമായൊരു പ്രതിസന്ധി തമിഴ്നാട്ടിൽ നിലനിൽക്കുന്നു ദിവസങ്ങളായി. അവിടെയാണ് ഗവർണറുടെ നടപടി, ഗവർണർ സ്വീകരിച്ച ശൈലി എല്ലാവരും ചർച്ച ചെയ്യുന്നതും വലിയ വിമർശനം ഉയരുന്നതും. ഒരു മുൻ ഗവർണർ എന്ന നിലയിൽ വിദ്യാസാഗർ റാവു എന്ന ഏതാണ്ട് 2016 മുതൽ അദ്ദേഹം അധിക ചുമതലയായി വഹിക്കുകയാണ് തമിഴ്നാടിൻ്റെ ഗവർണറായി. അഡീഷണൽ ചാർജാണ് അദ്ദേഹത്തിന് തമിഴ്നാട്. വന്നുപോയി നിൽക്കുകയാണ്. ഈ ക്രൈസിസിൻ്റെ ആദ്യ കാലങ്ങളിലും ആദ്യ ദിവസങ്ങളിലും ഒന്നും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. ആ ഗവർണറുടെ ശൈലി, അത് മുൻ ഗവർണർ എന്ന നിലയിൽ താങ്കൾ പരിശോധിക്കുമ്പോൾ തോന്നുന്നത് എന്താണ്? ശ്രീ MM ജേക്കബ്. വേറെ ഒരു ഗവർണറുടെ പ്രവർത്തനത്തെപ്പറ്റി വിലയിരുത്തുന്നതും അതിനെപ്പറ്റി പറയുന്നതും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഇത് ഒരു പ്രശ്നമില്ല, അവിടെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞുണ്ടാക്കുന്നതാണ്. അവിടെ AADMK MLA-മാർ ഭൂരിപക്ഷം ഏതാണ്ട് 130 പേര് കൂടി ഒരു യോഗം നടത്തി. അതിനകത്ത് അവരെ ലീഡറായിട്ട് ഒരാളെ തിരഞ്ഞെടുക്കുന്നു. ആ ആൾ ഈ കടലാസ് കൈ കിട്ടിയതുകൊണ്ട് ഭൂരിപക്ഷം കയ്യിലുണ്ടല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോഴാണ് അപ്പം മാത്രം ഇത് കിട്ടിയപ്പം ഗവർണർ മറ്റു രാഷ്ട്രീയമൊന്നും നോക്കേണ്ട കാര്യമില്ല. ആര് വരുവോ ആര് പോവുകയോ ചെയ്യട്ടെ, ഗവർണർ ചെയ്യാവുന്ന ചുമതല നേരെ ചെന്നൈയിൽ വന്ന് കാര്യങ്ങൾ പരിശോധിച്ച് ആരവകാശവാദം ഉന്നയിക്കുന്നോ അത് തെളിവുണ്ടെങ്കിൽ ആ അവകാശവാദം ഉന്നയിച്ച ആളിനെ ഗവൺമെൻറ് ഉണ്ടാക്കാൻ ക്ഷണിക്കണം. ഭൂരിപക്ഷമില്ലെങ്കിൽ
ആ ആൾ താഴെ പോവും. അപ്പോൾ മറിച്ച് ഭൂരിപക്ഷം ഉണ്ടാകാൻ വേറൊരാളെ ക്ഷണിക്കാം. അത് പുറത്തു നിന്നുള്ള ഇടപെടലുകൾ ഇതിലുണ്ടാകുന്നത് ശരിയല്ല. കാരണം തമിഴ്നാടിൻ്റെ വികാരങ്ങൾ അറിയാമെങ്കിൽ ദേശീയ തലത്തിലുള്ള ഒരു പാർട്ടിയും അതിനകത്ത് കയറി അഭിപ്രായങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അത് തമിഴ്നാട്ടിലെ തമിഴ് മക്കളുടെ വികാരം അത് സമ്മതിക്കാൻ വഴിയില്ല. ശരി. ഇത് കോൺഗ്രസും ആലോചിച്ചു, തീരുമാനം വേണ്ടെന്ന് പറഞ്ഞു. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. റൈറ്റ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ ശ്രീ കെ ശങ്കരനാരായണൻ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്, മുൻ ഗവർണർ. ശ്രീ കെ ശങ്കരനാരായണൻ, ഇതിൽ കാവൽ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം, ഒ പനീർശെൽവം. ഗവർണർ അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് പിൻവലിക്കുക എന്ന് പറയുന്ന അസാധാരണമായൊരു കീഴ്വഴക്കത്തിൻ്റെ സാധ്യത പോലും ആളുകൾ പരിശോധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഗവർണർ ആ നിലയിലേക്കുള്ള തൻ്റെ വിവേചനാധികാരത്തെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു എന്ന വലിയ ചിന്താഗതി വിമർശനപരമായി തന്നെ നിൽക്കുന്നു. ഗവർണർ യഥാർത്ഥത്തിൽ ഭരണഘടനാപരമായ അധികാരത്തിനപ്പുറത്തേക്ക് രാഷ്ട്രീയപരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്, സമയം നീട്ടി നൽകലാണ് എന്ന് പറയുന്ന വലിയ വിമർശനം നിലനിൽക്കെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഗവർണറുടെ തമിഴ്നാട്ടിലെ രീതി വിമർശനപരമാണോ? താങ്കളെ സംബന്ധിച്ച് വിമർശിക്കേണ്ടതാണോ? ഗവർണറെ വിമർശിക്കേണ്ട കാര്യത്തിൽ വിമർശിക്കാം, പക്ഷെ ഇതിൽ വിമർശിക്കേണ്ട ഒരു സന്ദർഭം വന്നിട്ടില്ല. കാരണം ഗവർണർ ചെയ്യേണ്ട ചുമതലകൾ ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗവർണർക്ക് പെട്ടെന്ന് ഒരു അവസാന തീരുമാനം എടുക്കാൻ സാധിക്കില്ല. ഗവർണറുടെ കാര്യം എന്ന് പറയുന്നത് ഗവർണർ ഭരണഘടനയ്ക്ക് അനുസരിച്ചുകൊണ്ട് മാത്രമേ തീരുമാനം എടുക്കാൻ പറ്റുകയുള്ളൂ. എവിടെയായാലും ഏത് ഗവർണർക്കായാലും അതേ പറ്റുകയുള്ളൂ. പിന്നെ ഗവർണർക്ക് അത് മാത്രം പോരാ, എടുത്ത തീരുമാനം ശരിയാണ് എന്നുള്ളത് ബോധ്യപ്പെടുകയും വേണം. അതാണ് സാധാരണ ചട്ടം. ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഒരു സ്ഥിതി എന്ന് പറയുന്നത്, ചോദിക്കുന്നത് പനീർശെൽവം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചത് പിൻവലിക്കാൻ ഗവർണർക്ക് അധികാരമുണ്ടോ എന്നുള്ളതാണ് ചോദിച്ചത്. അതെ, മുഖ്യമന്ത്രി സ്ഥാനം പനീർശെൽവം രാജിവെച്ചു, രാജി ഗവർണർ സ്വീകരിച്ചു കഴിഞ്ഞു. കെയർ ടേക്കറായിട്ട് ഇപ്പൊ മുഖ്യമന്ത്രി തുടരുന്നു. അത് ഗവർണറുടെ അധികാരത്തിൽപ്പെട്ടതാണ്. ഗവർണർ കെയർ ടേക്കറായി തുടരാനുള്ള അധികാരം കൊടുത്തു. രാജി പിൻവലിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. വലിയ കീഴ്വഴക്കം അതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം രാജി വെച്ചു കഴിഞ്ഞ് ഗവർണർ അക്സെപ്റ്റഡ് ദ റെസിഗ്നേഷൻ. ആ റെസിഗ്നേഷൻ അക്സെപ്റ്റ് ചെയ്തത് ഗവർണർക്ക് ഇനി അക്സെപ്റ്റ് ചെയ്തില്ല അല്ലെങ്കിൽ പിൻവലിച്ചു എന്ന് പറയാൻ എത്രത്തോളം സാധ്യത ഉണ്ട് എന്നുള്ളത് ഇറ്റ്സ് എ വെരി ബിഗ് ക്വസ്റ്റ്യൻ. അതായത് ശ്രീ ശങ്കരനാരായൺ, പക്ഷേ നിയമപരമായി നിയമവിദഗ്ധരൊക്കെ പറയുന്നത് ഒരു തരത്തിലും അങ്ങനെ രാജി സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ രാജി പിൻവലിക്കുക എന്ന് പറയുന്ന ഒരു സംവിധാനം, ഒരു സാധ്യത ഗവർണറുടെ മുമ്പിലില്ല. മാത്രവുമല്ല, അതേ ദിവസം തന്നെ രാജിവെച്ച ഫെബ്രുവരി 5 തന്നെ ആ പാർട്ടിയുടെ യോഗം ചേർന്ന് 134 പേർ ഒപ്പിട്ട പ്രമേയം ഗവർണറുടെ പക്കലെത്തി. അതിൽ ഈ പറയുന്ന പനീർശെൽവമുണ്ട്, അതിൽ വിമതരായി നിൽക്കുന്ന 5 MLA അടക്കമുണ്ട്. സ്പീക്കർ ഒഴികെ എല്ലാവരും ഒപ്പിട്ടിട്ടുണ്ട്. ഗവർണറുടെ മുമ്പിലും ആ രേഖ വന്നിട്ടുണ്ട്. പക്ഷേ ഇത്തരമൊരു പ്രശ്നം ഉയർന്നാൽ അതിൻ്റെ ഒരു പ്രാധാന്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേഗത്തിൽ തീരുമാനങ്ങളിലേക്ക് പോകേണ്ടതല്ലേ? തീരുമാനങ്ങൾ വൈകുന്നതോടെ അതിൽ രാഷ്ട്രീയം ആരോപിക്കാം, രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ച് സമയം നൽകലാകാം, അല്ലെങ്കിൽ AIADMKയുടെ ശശികല പക്ഷത്തിൻ്റെ തടങ്കലിലായ MLA അടർത്തിയെടുക്കാനാകുമോ എന്ന നോട്ടത്തിനുള്ള സമയം നൽകലാകാം. ഇങ്ങനെയൊക്കെയുള്ള വിമർശനങ്ങൾക്ക് ഇട നൽകാവുന്നതാണോ ഗവർണർ എടുക്കുന്ന ഈ സമയവും നടപടികളും ശൈലിയും? ഇതൊക്കെ ഓരോരുത്തരും അഡ്മിസൈഡ് ചെയ്യുന്നതല്ലേ. ഗവർണർക്ക് സമയം എന്ന് പറഞ്ഞാൽ വേഗം എന്ന് പറയുന്നതിന് സമയം നിശ്ചയിച്ചിട്ടുണ്ടോ? ഗവർണർക്ക് ഇത് വളരെ കാര്യമായി ആലോചിച്ച് എടുക്കേണ്ട ഒരു തീരുമാനമാണ്. ഗവർണർക്ക് അബ്രപ്റ്റായിട്ട് ചെയ്യാവുന്നതല്ല. രാജി പിൻവലിക്കാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചാൽ നിയമപരമായിട്ട് വലിയ പ്രയാസമുള്ള കാര്യം തന്നെ. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. അല്ല, അങ്ങനെ ഒരു നിയമപരമായ ഒരു തീരുമാനം നിൽക്കെ അതിന്മേലൊരു തീരുമാനത്തിലെത്താൻ ഗവർണർക്ക് അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാലതാമസത്തിന്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ ഒരു തർക്കത്തിന്റെ അപ്പോൾ പിന്നെ വേറെ ഏതെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് ഉയരുന്ന വിമർശനം സ്വാഭാവികമല്ലേ? പ്രത്യേകിച്ച് രാഷ്ട്രീയം കലർന്നൊരു പ്രശ്നമാണിത്.
വിമർശനം കൊണ്ട് കാര്യമായില്ലല്ലോ. ഗവർണർ തീരുമാനമെടുക്കുന്നത് ന്യായമായ തീരുമാനമല്ലേ ഗവർണർ എടുക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ശ്രീ ശങ്കരനാരായണൻ, ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടുള്ള തീരുമാനമേ ഗവർണർക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ. അത് ഗവർണർ എടുക്കും, ഗവർണർ എടുക്കണം, എടുത്തേ പറ്റൂ. പക്ഷെ പലപ്പോഴും ഭരണഘടനാപരമായ ബാധ്യതയും മൂല്യവും ഉയർത്തിപ്പിടിക്കുന്നില്ല എന്ന ആക്ഷേപം ഉയരുക കൂടിയാണ്. അതിന്റെ ആനുകൂല്യം അധികാരത്തിന് വേണ്ടി ആർത്തിയോടെ പക്ഷം ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് അതിന്റെ ആനുകൂല്യം ലഭിക്കുകയാണ്. അല്ലെങ്കിൽ മറ്റു ചിലർ ഗവർണറെ അതിജീവിക്കാൻ, അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ദിവസം പാർലമെന്റിലടക്കം ഗവർണർക്കെതിരെ AIADMK MP-മാരുടെ പ്രതിഷേധം ഉയരുന്ന സാഹചര്യം ഒരു ഭാഗത്തുണ്ടായത്. അതുണ്ടാവും. അതിപ്പോ ആർക്കപ്പോ അനുകൂലമായിട്ടുള്ള ആളുകൾക്ക് പ്രതികൂലമില്ലാത്ത ഏതെങ്കിലും ആളുകൾ ഇപ്പോ നമ്മളെ ഇന്ത്യ രാജ്യത്തുണ്ടോ? ഏതെങ്കിലും ഒരു ഭരണാധികാരി, പ്രതികൂലമില്ലാത്ത ഒരു ഭരണാധികാരി ഇന്ത്യ രാജ്യത്തുണ്ടോ? ഡെമോക്രസിയിൽ അതൊക്കെ സാധാരണമാണ്. ദാറ്റ് ഈസ് നോട്ട് ദി ക്വസ്റ്റ്യൻ. ഗവർണർ നിയമപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണം, അത് ഗവർണർ എടുക്കും എന്നാണ് എന്റെ വിശ്വാസം. താങ്കളുടെ ഒരു വ്യക്തിപരമായ ഒരു രാഷ്ട്രീയം കലർന്നൊരു പ്രശ്നം കൂടിയാണല്ലോ. താങ്കളുടെ ഇക്കാര്യത്തിലുള്ള ഒരു അഭിപ്രായം എന്താണ്? കാരണം ഗവർണറാണ് തീരുമാനമെടുക്കേണ്ടത്, സംശയമൊന്നുമില്ല. അത്തരമൊരു ഘട്ടത്തിൽ ഗവർണറുടെ പ്രൊറഗേറ്റീവാണ് നിയമപ്രകാരം. ഈ വരുന്ന ദിവസങ്ങളിൽ ഉണ്ടായേക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളായി താങ്കൾ പ്രതീക്ഷിക്കുന്നത് എന്താണ് ശ്രീ ശങ്കരനാരായണൻ? തീർച്ചയായിട്ടും ഗവർണർ പിന്നെ ഭരണസ്ഥിരത ഉണ്ടാക്കാനുള്ള തീരുമാനം എടുക്കണം. ഇപ്പോൾ തന്നെ അവിടെ ഒരുപടി ഇത് വളരെ ഒരു ഫ്ലൂയിഡ് സിറ്റുവേഷൻ ആണ്. ഒപ്പിട്ടവരെ ഒപ്പിട്ടിട്ടില്ല എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോ ഗവർണർക്ക് അതിനെക്കുറിച്ചൊക്കെ ഒരു തീരുമാനം എടുത്തിട്ടാണ് ഫൈനലായിട്ടുള്ള തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. ഗവർണർ ഒരു ഫൈനലായിട്ടുള്ള തീരുമാനം എടുത്താൽ പിന്നെ അത് ചേഞ്ച് ചെയ്യാൻ അല്ല, എനിക്ക് അതിലൊരു സംശയമുള്ളത് ശ്രീ ശങ്കരനാരായണൻ, അങ്ങനെ ഒരു തർക്കം അവർ ഉന്നയിച്ചിട്ടില്ല. 134 പേർ ഒപ്പിട്ട പ്രമേയം അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അതിനകത്തൊരു തർക്കം കാര്യമില്ല. ഒപ്പിട്ടവര് മുഴുവൻ ശരിയല്ല എന്നുള്ളത് പറയുന്നുണ്ടല്ലോ. ഒപ്പിട്ടുള്ളവര് പലരും ഞങ്ങളുടെ ഒപ്പല്ല എന്ന് പറയുന്നുണ്ടല്ലോ. അത് എത്ര ഉണ്ടെന്നൊക്കെ ഗവർണർക്ക് നോക്കണ്ടേ? മറ്റൊരു ഗവർണർ ഒന്നും നോക്കാതെ തീരുമാനം എടുത്തു എന്ന് പറയില്ലേ? അതായത് ശ്രീ ശങ്കരനാരായണൻ, താങ്കൾ പറഞ്ഞു വന്നത് 134 പേരുടെ ഒപ്പാണ് ശശികല അവരുടെ ഏറ്റവും വലിയ ആയുധമായി ഉയർത്തിക്കാട്ടുന്ന MLA-മാർ. അതിൽ ഇതിനോടകം പനീർസെൽവം അടക്കം ഒപ്പിട്ടിട്ടുണ്ട്. പനീർസെൽവം പറയുന്നു ഒപ്പിടേണ്ടി വന്ന സാഹചര്യത്തിൻ്റെ ഒരു വിശദീകരണം അദ്ദേഹത്തിനുണ്ട്. ഒപ്പം അദ്ദേഹത്തിനൊപ്പം 5 MLA-മാർ ഇപ്പോൾ തന്നെ വിമതരായി ഉണ്ട്. അപ്പൊ അതൊക്കെ ഗവർണർക്ക് പരിശോധിക്കണ്ടേ? ഗവർണർക്ക് അത് പരിശോധിക്കണം. ഏത് ഗവർണറും നിയമത്തിന് അതീതമായിട്ടുള്ള തീരുമാനം എടുക്കില്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം. അത് പരിശോധിക്കുക, അതായത് അത് പരിശോധിക്കുക എന്നതിനർത്ഥം ഇവർ പറയുന്നതിൽ കഴമ്പുണ്ടോ എന്നറിഞ്ഞ്, അങ്ങനെയാണെങ്കിൽ ഇതുവരെ ഇല്ലാത്ത കീഴ്വഴക്കം അനുസരിച്ച് വേണമെങ്കിൽ ഗവർണർക്ക് പനീർശെൽവത്തെ ഭൂരിപക്ഷം തെളിയിക്കാൻ വിളിക്കാവുന്നത് കൂടിയാണ് ഗവർണർക്ക് എന്നുണ്ടോ? അതിലിപ്പോ പിന്നെ മന്ത്രിയാണല്ലോ, മുഖ്യമന്ത്രിയാണല്ലോ, കാവൽ മുഖ്യമന്ത്രിയാണല്ലോ. അതെ. അപ്പൊ ഗവർണർക്ക് അതും പരിശോധിച്ചിട്ട് ഗവർണർക്ക് തീരുമാനിക്കാൻ സാധിക്കണം. അതായത് ഗവർണർക്ക് ഒരു ബോധ്യം വരണം. താങ്കൾ പറഞ്ഞു വരുന്നത് ഗവർണർക്ക് ഒരു ബോധ്യം, നല്ല ബോധ്യം അദ്ദേഹത്തിന് നിയമപരമായും ധാർമ്മികമായും തോന്നേണ്ടതുണ്ട്. ഈ പറയുന്ന 134 പേരുടെ ഒപ്പിൽ പനീർസെൽവം അടക്കമുള്ളവരുടെ ഒപ്പ് മറ്റൊരു തരത്തിൽ സൃഷ്ടിക്കപ്പെട്ടതാണ്, നിർബന്ധിതാവസ്ഥയിൽ അവർക്ക് ഇട്ടുകൊടുക്കേണ്ടി വന്നതാണെന്ന് പറയുന്ന അവരുടെ വാദം നിലനിൽക്കുന്നതാണെന്ന് ഗവർണർക്ക് ബോധ്യപ്പെടണം. അങ്ങനെ ബോധ്യപ്പെട്ടാൽ കീഴ്വഴക്കങ്ങൾ ഇല്ലെങ്കിലും അങ്ങനെയല്ല കീഴ്വഴക്കം എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം ചെയ്താൽ പിന്നത്തെ പ്രാവശ്യത്തേക്ക് കീഴ്വഴക്കായി. അതെ, അതില്ല ഇതില്. പക്ഷേ ഈ കാവൽ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു പ്രീസിഡന്റ് ഇല്ല. അതെ, പക്ഷെ കാവൽ മുഖ്യമന്ത്രി വിശ്വാസം തെളിയിച്ച രാജി പിൻവലിച്ച് വീണ്ടും മുഖ്യമന്ത്രി എന്ന് പറയുന്ന പദവിയിലേക്ക് തിരിച്ചു വരാവുന്ന ഒരു സാഹചര്യത്തിന്റെ കീഴ്വഴക്കം ഇന്ത്യയിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ സംഭവിച്ചാൽ അല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ സംഭവിച്ചാലല്ലേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ സംഭവിക്കാൻ ഒരേ ഒരു സാധ്യത താങ്കൾ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ ഒപ്പിൽ ഇവർ തന്നെ ഉന്നയിക്കുന്ന തർക്കം ഗവർണർക്ക് ബോധ്യപ്പെടണം അല്ലേ? ഗവർണർക്ക് ബോധ്യപ്പെടണം. ഗവർണർക്ക് ബോധ്യപ്പെടേണ്ടതാണ് ഇതിൽ പ്രധാനമായ ഒരു ഘടകം. ഗവർണറെ ബോധ്യപ്പെടാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാക്കുകയും വേണം. ഇപ്പൊ പനീർസെൽവത്തിന് പിന്നെ പ്രഷർ ചെലുത്തിയിട്ട് റിസൈൻ ചെയ്യിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. അതെ, അത് ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഫ്ലുംസി ആർഗ്യുമെന്റ്. ഒരു മുഖ്യമന്ത്രിയെ അങ്ങനെ പ്രഷർ ചെലുത്തിയിട്ട് പിൻവലിപ്പിക്കാൻ പറ്റുമോ?
അപ്പോൾ പിന്നെ അതൊരു ഗവർണർക്ക് അത് ബോധ്യമായി തോന്നാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ അതിന് ഒട്ടും വിശ്വാസ്യതയില്ല. താങ്കൾ മുമ്പ് പറഞ്ഞൊരു സാധ്യതയ്ക്ക് ഒട്ടും ബലമില്ല. ഗവർണർക്ക് ഇപ്പൊ എങ്ങനെ തോന്നണമെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. അദ്ദേഹം അതെ, ഒരു അവിടെയാണ് ശ്രീ ദയവായി ഒന്നും തോന്നരുത് ശ്രീ ശങ്കരനാരായണൻ, അവിടെയാണ് ഒരു ഗവർണറും ഭരണഘടനാപരമായ ഒരു സംസ്ഥാനത്തിന്റെ അധിപനും വിമർശിക്കപ്പെടുന്നത്. ഇത്തരം സമയം നീട്ടിക്കൊണ്ടു പോകലാണ് വളരെ ഫ്ലിംസിയായ സിറ്റുവേഷൻ പോലും താങ്കൾ തന്നെ പറഞ്ഞ പെട്ടെന്ന് ഒരു തീരുമാനം എടുത്തിട്ട് അത് തെറ്റാണെന്ന് വന്നാൽ ഇതിലേറെ മോശമല്ലേ? പക്ഷേ ആ തീരുമാനമെടുക്കാൻ വൈകുന്നത് മറ്റു പലർക്കും താല്പര്യങ്ങൾക്കും സാധ്യതകൾക്കും വേണ്ടിയാണെന്ന് വന്നാലോ? അല്ല, അത് പിന്നെ അതൊക്കെ പിന്നെ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നതല്ലേ. പക്ഷേ താങ്കൾ തന്നെ പറഞ്ഞത് കൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ. താങ്കൾ തന്നെ പറഞ്ഞത് ഗവർണർക്ക് അങ്ങനെ നിലവിൽ ഇതുവരെ കീഴ്വഴക്കമില്ലാത്ത വിധം പനീർസെൽവം എന്ന കാവൽ മുഖ്യമന്ത്രിയെ ഭൂരിപക്ഷം തെളിയിക്കാൻ വിളിക്കണമെങ്കിൽ അവരുടെ ഒപ്പിൽ അവർ ഉന്നയിച്ച തർക്കത്തെ ഗവർണർക്ക് ബോധ്യപ്പെടണം. പക്ഷെ താങ്കൾ തന്നെ പറയുന്നു ഒരു മുഖ്യമന്ത്രിയായിരുന്നയാള് ആ ഒപ്പിടേണ്ട സാഹചര്യത്തെക്കുറിച്ച് പറയുന്നത് വളരെ ഫ്ലിംസി ഗ്രൗണ്ടാണ് എന്ന് വന്നാൽ ഒരു ഗവർണർക്ക് എങ്ങനെ ഉൾക്കൊള്ളാനാകും അത്? ഓൺലി അബൌട്ട് ദി ചീഫ് മിനിസ്റ്റർ, നോട്ട് അബൌട്ട് ദി MLA. യെസ്, ഓൺലി അബൌട്ട് ദി ചീഫ് മിനിസ്റ്റർ. That's my personal opinion, that's all. അതെ, അങ്ങനെ വന്നാൽ തന്നെ ആ തർക്കത്തിന്റെ ഗ്രൗണ്ട് പോയില്ലേ ശ്രീ ശങ്കരനാരായണൻ? ഗ്രൗണ്ട് പോയില്ലല്ലോ. MLAയും മുഖ്യമന്ത്രിയും ഒരേ മാതിരി അല്ലല്ലോ. MLAയും മുഖ്യമന്ത്രി ഒരേ മാതിരി അല്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രി എടുക്കുന്ന അതേ വാദം തന്നെ MLA-മാരും എടുക്കുന്നു. മുഖ്യമന്ത്രിയുടെ വാദം നിലനിൽക്കാത്തതാണ് എങ്കിൽ തൊട്ടു പിന്നാലെ പറയുന്ന MLA-മാരും വളരെ കൊയേഴ്സീവായി എടുക്കുന്ന കൂടിയാലോചനയുടെ അടിസ്ഥാനത്തിൽ എടുക്കുന്ന ഒരു വാദം മാത്രമേ ആകൂ അത്. അതിപ്പോ മുഖ്യമന്ത്രിയെ ഒളിവ് കൊണ്ട് താമസിപ്പിക്കാൻ സാധിച്ചിട്ടില്ലല്ലോ. അല്ല, ഇപ്പോൾ തന്നെ താമസിപ്പിക്കാൻ അല്ല, സാധിച്ചിട്ടില്ലല്ലോ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ തന്നെ 5 MLA-മാർ വിമതന്മാർ പനീർസെൽവത്തിനൊപ്പം ഉണ്ട്. അവർ പറയുന്നത് മുഖ്യമന്ത്രി പറയുന്ന അതേ വാദമാണെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞതിന് അപ്പുറത്തുള്ള ഒരു സ്വീകാര്യത അതിന് ലഭിക്കാൻ ഇടയില്ലല്ലോ. കാരണം മുഖ്യമന്ത്രി പറഞ്ഞത് തന്നെ വളരെ ഫ്ലിംസി ആണെങ്കിൽ അതും അങ്ങനെ തന്നെയല്ലേ ആവൂ? അല്ല, മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയണത്. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഒരു പ്രഷർ ചെലുത്തിയാൽ രാജിവെക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അതൊരു ഫാബ്രിക്കേറ്റഡ് കെട്ടിച്ചമച്ച കഥയാണെന്ന് പറയേണ്ടി വരും. അല്ല, അത് പറയണ്ടല്ലോ. ഇത് സംഭവിച്ചതല്ലേ. ദിസ് ഇസ് വാട്ട് ഹാപ്പൻ. പിന്നെ അദ്ദേഹമാണ് പറയുന്നത് ഇങ്ങനെ എന്നെ പ്രഷർ ചെലുത്തിയതാണെന്ന്. അതൊരു പക്ഷേ അദ്ദേഹത്തിന്റെ നന്മ കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വഭാവം കൊണ്ടോ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ഒരു കാര്യത്തിൽ താങ്കൾ ഒരു താല്പര്യവും കർക്കശ നിലപാടും എടുക്കുന്നുണ്ടോ? ഗവർണർ എന്ന പദവിയുടെ ഭരണഘടനാപരമായ ആ ഒരു ഔന്നത്യം കാത്തു സൂക്ഷിക്കേണ്ട വലിയൊരു ഉത്തരവാദിത്വത്തിൽ വെല്ലുവിളിയിൽ തമിഴ്നാട് മുഖ്യമന്ത്രി വിദ്യാസാഗർ റാവു എത്തി നിൽക്കുന്നു. മറ്റാരേക്കാളും വലിയ ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്, സംശയമൊന്നുമില്ല. ഇത് മറ്റ് സംസ്ഥാനങ്ങളും പലപ്പോഴും എല്ലാ ഗവർണർമാർക്കും ഈ വക കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ചിലപ്പോൾ പ്രസിഡന്റ് റൂളിന്റെ കാലഘട്ടങ്ങളിലൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതിലിപ്പോ ഒരു പ്രത്യേകതയൊന്നുമില്ല. അത് ഗവർണർ ആലോചിച്ച ഒരു തീരുമാനമെടുക്കണം, ന്യായമായ തീരുമാനമെടുക്കണം. ശ്രീ ശങ്കരനാരായണൻ, അങ്ങനെ ഒരു സംശയവും വിമർശനവും ഉയരുന്നതിൻ്റെ കാരണം രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് BJPക്ക് ഇക്കാര്യത്തിൽ ഒരു താല്പര്യമുണ്ട്. ആ താല്പര്യം പനീർസെൽവവുമായി ചേർന്ന് നിൽക്കുന്നതാണ്. പനീർസെൽവവുമായി ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുന്നത് പനീർസെൽവം ഉന്നയിക്കുന്ന ഒരു വാദവുമായി ബന്ധപ്പെടുത്തി കൂടി പറയാവുന്ന. അങ്ങനെ വരുമ്പോഴാണ് ഗവർണർ ഒരു സമയം നീട്ടി നൽകുക എന്ന് പറയുന്ന രാഷ്ട്രീയ താല്പര്യങ്ങളുടെ ഉപകരണമാകുന്നുണ്ടോ എന്ന ചോദ്യം പ്രസക്തമാവുന്നത്. അതിപ്പോ നമുക്ക് പലതും ചോദിക്കാം ഇതുമായിട്ട് ബന്ധപ്പെട്ടത്. ലെറ്റ് us see എങ്ങനെയാണ് ഇതിന്റെ അവസാനം വരിക. ഞാൻ പറയുന്നത് ഭരണഘടനാപരമായി ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള ന്യായങ്ങൾക്കും തീരുമാനങ്ങൾക്കും അനുസരിച്ചുകൊണ്ടേ ഗവർണർക്ക് തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഗവർണർ ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിന് പ്രസക്തിയില്ല. വളരെയധികം ശ്രീ ശങ്കരനാരായണൻ. ശ്രീ MM ജേക്കബ്, താങ്കളുടെ തന്നെ സുഹൃത്തു കൂടിയായ ശ്രീ ശങ്കരനാരായണനാണ് ഇക്കാര്യത്തിൽ രാഷ്ട്രീയമായി കോൺഗ്രസ് ഒക്കെ എടുക്കുന്നൊരു നിലപാടൊക്കെ ഉണ്ടെങ്കിലും കുറച്ചുകൂടി വ്യത്യസ്തമായൊരു നിലപാടാണ് അദ്ദേഹം ഇപ്പോൾ എടുത്തത്. ചില കളികൾ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചു വന്നതും അങ്ങനെയായിരുന്നു. യഥാർത്ഥത്തിൽ ഇത്ര തരത്തിൽ കളികൾക്കൊക്കെ അവസരം കൊടുക്കാതെ തന്നെ ഗവർണർക്ക് വേഗത്തിൽ പോകാമായിരുന്നു. പക്ഷേ ഗവർണർ അത് പോയില്ല. പക്ഷേ ശ്രീ ശങ്കരനാരായണൻ പറയുന്നത് എത്ര വലിയ ആക്ഷേപമുണ്ടെങ്കിലും എത്ര സമയമെടുത്താണെങ്കിലും ഗവർണർ ആ നിലയിലേ പ്രവർത്തിക്കാവൂ. എന്നാൽ പനീർസെൽവം ഉന്നയിക്കുന്ന ആ ആരോപണം തന്നെ നിർബന്ധിതമായ അവസ്ഥയിൽ ഒപ്പിട്ടതാണെന്നതുപോലെയൊക്കെയുള്ള കാരണങ്ങൾ വളരെ ദുർബലമാണ്, അത് നിലനിൽക്കില്ല എന്നും പറയുന്നുണ്ട്. ശ്രീ MM ജേക്കബ്, ഇത് എനിക്കതിനകത്ത് വലിയ സംശയങ്ങളൊന്നും തോന്നുന്നില്ല. കാരണം ഈ ഒപ്പിട്ടു എന്ന് പറയുന്ന ആളുകൾ ചുരുക്കം ചില ആളുകളാണ്, അതിൽ കൂടുതലുണ്ട്. വിളിക്കുക, അതിൻ്റെ കടലാസ് നോക്കുക, അവരുടെ അപ്പാണ് പരിശോധിക്കുക. അത് എന്തെല്ലാം മാർഗങ്ങൾ ഗവർണർക്കുണ്ട്. പക്ഷേ
നീട്ടി കൊണ്ടുപോയാൽ സത്യം പറഞ്ഞാൽ ഇതൊരു കുതിരക്കച്ചവടമാകും. ഒരു ഹൈജാക്കിംഗ് മെമ്പേഴ്സ്, അതിന് ഗവർണർ കൂട്ടു നിൽക്കരുത്. ഗവർണർ രാഷ്ട്രീയം കളിച്ചിട്ട് കാര്യമില്ല. എന്തായാലും ഗവർണർ സത്യസന്ധമായി ഭരണഘടന പറയുന്നത് പോലെ ഗവർണർ ഉത്തരവാദിത്വം നിറവേറ്റണം. ആ ഉത്തരവാദിത്വം അസംബ്ലിയിൽ വെച്ച് കാണണം. രാജ്ഭവനിലല്ല തീരുമാനം. അസംബ്ലിക്കകത്ത് മെമ്പർമാർ വോട്ട് ചെയ്യുമ്പോൾ അതാണ് തീരുമാനം. അത് അവർക്ക് വിട്ടുകൊടുക്കണം, നിയമസഭാ സാമാജികന്മാർക്ക്. ശരി. രാജ്ഭവനിൽ ആളുകളെ വിളിച്ച് എണ്ണി നോക്കേണ്ട കാര്യമില്ല. ഞാൻ കോൺഗ്രസിൻ്റെ കാലത്ത്, കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഗവർണറായിട്ട് 5 കൊല്ലം ഇരുന്നു. അത് കഴിഞ്ഞപ്പോൾ BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. എന്നെ വീണ്ടും അവർ നിർബന്ധമായും 5 കൊല്ലം കൂടെ നിങ്ങളിരിക്കണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും കോൺഗ്രസ് അധികാരത്തിൽ വന്നു കേന്ദ്രത്തിൽ. അപ്പോഴും എന്നോട് മാറാൻ പറഞ്ഞില്ല. അങ്ങനെ ഞാൻ 13 കൊല്ലം ഒരു സംസ്ഥാനത്ത്, ഇടയ്ക്കൊക്കെ മറ്റ് സംസ്ഥാനങ്ങളുടെ അഡീഷണൽ ചാർജുമായി ഇരുന്നതാണ്. പല രാഷ്ട്രീയ നീക്കങ്ങളും കളികളും അവിടെയൊക്കെ നടക്കും. അതിന് നമ്മൾ കൂട്ടുവെക്കേണ്ട കാര്യമില്ല. അത് അസംബ്ലിക്കകത്ത് നടത്തിക്കോളും. അത് നമ്മുടെ തലയിൽ എടുത്തു വെച്ചിട്ട് കാര്യമില്ല. ഗവർണർ അതിനകത്ത് കുറ്റാരോപിതനാകേണ്ട കാര്യമില്ല. ഞാൻ താങ്കളിലേക്ക്, അതാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം. തീർച്ചയായും വളരെ പ്രസക്തമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു മുൻ ഗവർണർ എന്ന നിലയിൽ താങ്കൾക്ക് ഇക്കാര്യത്തിലുള്ള കൃത്യമായ ഒരു നിലപാടും അതിലടങ്ങിയിരിക്കുന്നൊരു വിമർശനവുമാണ് ശ്രീ MM ജേക്കബ് താങ്കൾ ഉന്നയിച്ചത്. ശ്രീ K ശങ്കരനാരായണനും ആണ് മുൻ ഗവർണർ എന്ന നിലയിൽ വളരെ പ്രധാനപ്പെട്ട 2 പ്രതികരണങ്ങൾ പ്രൈം ഡിബേറ്റിലൂടെ. എങ്ങനെയാണ് തമിഴ്നാട് ഗവർണർ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് ആക്ഷേപങ്ങൾ ഉയരുന്നത്, ആക്ഷേപങ്ങൾ എങ്ങനെയാണ് ഗവർണർ അതിജീവിക്കേണ്ടത് എന്ന നിലയ്ക്കുള്ള അഭിപ്രായങ്ങൾ പങ്കുവച്ചത്. VV രാജേഷ്, പക്ഷേ രാജ്ഭവൻ ഇത്തരം കളികളുടെ വേദിയാകുന്നു എന്ന ആക്ഷേപം ശക്തമാക്കുന്ന വിധത്തിലാണ് നീട്ടിക്കൊണ്ടുപോകുന്നത്. MM ജേക്കബ് പറഞ്ഞത് കേട്ടല്ലോ. വളരെ വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കാവുന്ന പ്രശ്നത്തിൽ പോലും നീട്ടിക്കൊണ്ടുപോകുന്ന യഥാർത്ഥത്തിൽ പനീർസെൽവത്തിലേക്ക് MLA-മാരെ എത്ര എത്തിക്കാനാകും? അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ തടങ്കലിലാണ് എന്ന് പറഞ്ഞൊരു വലിയ സിറ്റുവേഷനിൽ നിൽക്കുന്നു കാര്യങ്ങൾ. അവിടെ നിന്ന് MLA-മാരെ ചോർത്തിയെടുക്കാനാകുമോ? പനീർസെൽവത്തിൻ്റെ ക്യാമ്പിലേക്ക് കൂടുതൽ ആളുകളെ എത്തിക്കാനാകുമോ എന്നതിന് വേണ്ടി എടുക്കുന്നൊരു സമയം, അതിനുള്ളൊരു സ്പേസ് ഒരുക്കൽ എന്ന ആക്ഷേപത്തിനാണ് ഗവർണറും രാജ്ഭവനും വേദിയാകുന്നത്. അതിൻ്റെ പിന്നിലത്തെ രാഷ്ട്രീയ താല്പര്യം എന്ന് പറയുന്നതിൻ്റെ ഉത്തരവാദിത്വമാണ് BJPക്ക് മുമ്പിൽ വരുന്നത്. ഉത്തരാഖണ്ഡിലായാലും അരുണാചൽ പ്രദേശിലുമൊക്കെ ആയാലും ഇതേ സർക്കാരിൻ്റെ കാലത്ത് നിങ്ങൾ നടത്തിയിട്ടുള്ള കളികളുടെ തുടർച്ച തമിഴ്നാട്ടിൽ നടത്താൻ ശ്രമിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട തെളിവായി എല്ലാവർക്കും വിശ്വസിക്കാവുന്നത്, ഇപ്പോൾ പനീർസെൽവം കാഴ്ചവെക്കുന്ന അസാമാന്യമായ ഒരു ധൈര്യമുണ്ടല്ലോ, രാഷ്ട്രീയം ഇതുവരെ കാണാത്ത പനീർസെൽവത്തിൻ്റെ ആ ഒരു അസാമാന്യ ധൈര്യം, 5-ാം തീയതിക്ക് ശേഷം രൂപപ്പെട്ട ആ ഒരു ധൈര്യം, ഇതിൻ്റെയൊക്കെ പിന്നിലെ സൃഷ്ടാക്കളാണ്, അത് രാഷ്ട്രീയമാണ്. VV രാജേഷ്. ശരത് ഉദ്ദേശിച്ചത് പനീർസെൽവത്തിനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി BJP കേന്ദ്രത്തിലെ അധികാരം ദുർവിനിയോഗം ചെയ്യുന്നു എന്നാണെങ്കിൽ എന്തിനു വേണ്ടിയാണ് പനീർസെൽവത്തെ തന്നെ മുഖ്യമന്ത്രിയാക്കണം എന്ന് BJP അത്രത്തോളം വാശി പിടിച്ച് ആഗ്രഹിക്കുന്നത് എന്നുകൂടി താങ്കൾ ഒരു വിശദീകരണം നൽകണം. കാരണം രണ്ടും ദ്രവീഡിയൻ പാർട്ടി ആളുകളാണ്. ശശികല വന്നാലും പനീർസെൽവം മുഖ്യമന്ത്രിയായി വന്നു കഴിഞ്ഞാലും ദ്രാവിഡ പാർട്ടികളാണ്. BJPക്ക് അവിടെ മുഖ്യമന്ത്രിയാവാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ സാധിക്കുകയില്ല. പിന്നെ എന്തിനാണ് BJP അത്തരത്തിൽ ഒരു നീക്കത്തിന് പോകുന്നത്? രാജേഷ്, 2 അനുമാനങ്ങൾ പറയാം. ഒന്ന്, ഇപ്പോൾ കേരളത്തിൽ നിങ്ങൾ പറയുന്ന പോലെ 2 മുന്നണികൾക്കിടയിൽ ഞെരുങ്ങുന്ന BJP എന്ന് കേരളത്തിൽ പറയുന്ന പോലെ ദ്രാവിഡ പാർട്ടികൾക്കിടയിൽ നിങ്ങൾക്ക് കടന്നു കയറാൻ കഴിയണമെങ്കിൽ എവിടെയെങ്കിലും ഒരു ശിഥിലീകരണം സംഭവിക്കണം. 1. 2, ജയലളിതയുടെ മരണത്തോടുകൂടി സംഭവിച്ച ആ നേതൃപരമായൊരു വിടവിൽ ശശികല, യഥാർത്ഥത്തിൽ എല്ലാവരും, രാജേഷ് പറഞ്ഞത് ശരിയാണ്, ശശികലയെ വന്ന് ആശ്വസിപ്പിക്കുന്ന മോദിയെ കണ്ടപ്പോൾ രാഷ്ട്രീയമായി പലരും BJP അവിടേക്ക് അടുക്കാൻ പോകുന്നോ എന്ന ചോദ്യമൊക്കെ അന്നുണ്ടായിരുന്നു. അതിൻ്റെ ട്രോളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അന്നത്തെ കമൻറ്റിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ അവർ അടുത്തില്ല. മാത്രമല്ല, ശശികലയുടെ ഭർത്താവ് നടരാജന് കൂടുതൽ അടുപ്പവും താല്പര്യവും കോൺഗ്രസ്സാണ്. അവിടെയാണ് ഈ പറഞ്ഞ പനീർസെൽവത്തെ ബലപ്പെടുത്തി നിർത്തിയ BJP ഞാൻ പറഞ്ഞത്. ശരത്ത്, ഇത് തന്നെ ശരത്ത് പറഞ്ഞത് തന്നെ കോൺട്രഡിക്ടറി അല്ലേ? അതായത് ഇതൊക്കെ ആരോപണങ്ങളാണ്. ജയലളിതയുടെ മൃതശരീരം അല്ലല്ല, ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. ജയലളിതയുടെ മൃതശരീരം കിടക്കുമ്പോഴേക്കും നരേന്ദ്രമോദിജി വരുന്നു. അവിടെ ജയലളിതയുടെ ഏറ്റവും അടുപ്പക്കാരി എന്ന് പറയപ്പെടുന്ന ശശികലയെ കാണുന്നു, ആശ്വസിപ്പിക്കുന്നു. ഉടൻ തന്നെ നരേന്ദ്രമോദി ശശികലയാണ് പിന്തുണയ്ക്കുന്നത് എന്നുള്ള വേർഷൻസ് വരുന്നു.
അതുപോലുള്ള വെർഷൻസ് ആണ് ഇപ്പോൾ ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് BJP രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുകയാണ് എന്നുള്ളത് വരുന്നത്. മറ്റൊന്ന് രാജേഷ്, അത് തന്നെയാണ്, ഇപ്പോൾ അതിലൊരു MLA രാഷ്ട്രീയം മാരുടെയും മാത്രമേ ഉള്ളൂ, MP മാരുടെയും ആരും കുറ്റം കാര്യത്തിൽ പറഞ്ഞില്ലല്ലോ. പക്ഷെ ഗവർണറെ അങ്ങനെ നിങ്ങൾ ഉപകരണമാക്കരുത്. ഗവർണറെ ഉപകരണമാക്കി കളിക്കാവുന്ന ഒരു സംഗതിയല്ല. അല്ല, ഗവർണറെ BJP ഉപകരണമാക്കുന്നു എന്ന് ഏത് ഗവർണറുടെ ഏത് പ്രവർത്തനം കൊണ്ടാണ് അതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത്? ഇപ്പോൾ ഏറ്റവും പരിചയസമ്പന്നരായുള്ള ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു ബഹുമാനപ്പെട്ട ശ്രീ K. ശങ്കരനാരായണൻ അവർ. അദ്ദേഹം പറഞ്ഞല്ലോ, ഗവർണർ ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനം തെറ്റാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഗവർണർ വളരെ അവധാനതയോടുകൂടി മാത്രമേ തീരുമാനമെടുക്കാൻ പാടുള്ളൂ. ഇവിടെ പ്രശ്നങ്ങൾ വരില്ലായിരുന്നു. പനീർസെൽവം തൻ്റെ രാജി നിർബന്ധിച്ച് ഒപ്പിട്ട് വാങ്ങിച്ചാണെന്ന് പറയുകയും മധുസൂദൻ ജയലളിത ഭരണഘടനാ ലംഘനത്തിലൂടെയാണ് പാർട്ടി ജനറൽ സെക്രട്ടറി ആകുമെന്ന് പറയുകയും പല MLA മാരും തങ്ങളുടെ ഒപ്പല്ല അത് എന്ന് പറയുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഗവർണർക്ക് അദ്ദേഹത്തിൻ്റെ വിവേചനാധികാരം വിനിയോഗിക്കേണ്ടി വന്നത്. അതിന് സ്വാഭാവികമായുള്ളൊരു സമയമാണ് എടുക്കുന്നത്. അവിടെയാണ് രാജേഷ് 2-3 സാഹചര്യങ്ങൾ. ഇപ്പോൾ ഏതായാലും K. ശങ്കരനാരായണൻ എന്ന് പറഞ്ഞ മുൻ ഗവർണർ കോൺഗ്രസ് നേതാവ് പറഞ്ഞതിനെ BJPക്ക് ഉദാഹരിക്കാം, ന്യായമാണ്. അദ്ദേഹം ആ ഗവർണർ പദവിയുടെ ഉത്തരവാദിത്വത്തെയാണ് ഓർമ്മിപ്പിച്ചത്. പക്ഷേ അങ്ങനെയാണോ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നുള്ളതാണ് ചോദ്യം. വളരെ കൃത്യമായി നേരത്തെ ശ്രീ MM ജേക്കബ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് താങ്കൾ എടുക്കുന്നില്ല 134 പേരുടെ ഒപ്പ്, അതുമായി ബന്ധപ്പെട്ട രേഖകൾ, ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിലേക്ക് പോകാൻ സമയമെടുക്കുന്ന ഒരു താല്പര്യം അതിലുണ്ട് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം ഒഴിയാത്തതായി അവിടെ നിൽക്കുകയാണ്. പോട്ടെ, ഇത് മാറ്റിവെക്കാം. നിങ്ങളുടെ തന്നെ നേതാവാണല്ലോ സുബ്രഹ്മണ്യ സ്വാമി MP. സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞത് എന്താ? ഇല്ലാത്തൊരധികാരം ഗവർണർ പ്രയോഗിച്ചാൽ, രാജി സ്വീകരിച്ച കാവൽ മുഖ്യമന്ത്രിയാക്കിയ ആളുടെ രാജി പിൻവലിച്ചാൽ, അത്തരം ഇല്ലാത്തൊരു അധികാരം പ്രയോഗിച്ചാൽ അതൊരു വലിയ പൊളിറ്റിക്കൽ സ്കാൻഡലാകും എന്ന് പറഞ്ഞ സുബ്രഹ്മണ്യ സ്വാമിയല്ലേ? അത് ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ അല്ലേ? ഗവർണർ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തില്ലല്ലോ. ഗവർണർ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്താൽ മാത്രമല്ലേ ആ ആർഗ്യുമെന്റിന് സാധുതയുള്ളൂ. അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തില്ല. മാത്രവുമല്ല, ഇപ്പോൾ ഗോൾഡൻ ബേ റിസോർട്ടിൽ 90 MLA മാരെ താമസിപ്പിച്ചിരിക്കുന്നു. അതിൽ ഒരു വിഭാഗം MLA മാർ നിരാഹാരത്തിലാണ്. അവിടുത്തെ പോലീസിനോ ഹൈക്കോടതിക്കോ ഇടപെട്ടിട്ട് പോലും MLA മാർ എവിടെയാണെന്ന് അറിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഈ ഒപ്പിൻ്റെ കാര്യത്തിൽ ഗവർണർക്ക് സംശയം തോന്നുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ ഗവർണർ വെരിഫൈ ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഒരു നാച്ചുറൽ പീരീഡ് ഗവർണർ എടുക്കും. അതിന് നമുക്ക് കുറ്റം പറയാൻ സാധിക്കുകയില്ല. എന്നാൽ ഞാൻ പറയുന്നു, അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് രാജേഷ് വരാം. ശ്രീ P. K. ശ്രീനിവാസൻ, ഞാൻ ഒന്ന് മടങ്ങി വരാം രാജേഷിലേക്ക്. ശ്രീ P. K. ശ്രീനിവാസൻ മുതിർന്ന മാധ്യമപ്രവർത്തകൻ, ചെന്നൈയിൽ നിന്ന് ഇപ്പോൾ ചേരുകയാണ്. ശ്രീ P. K. ശ്രീനിവാസൻ, രാജേഷ് പറഞ്ഞതുപോലാണെങ്കിൽ കാര്യങ്ങൾ വേഗത്തിൽ തീർക്കാനാണ് ഗവർണർ ആഗ്രഹിക്കുന്നതെങ്കിൽ, ഇന്നലെ ശശികല വന്ന് കണ്ടല്ലോ, ശശികല ക്യാമ്പും കണ്ടു, പനീർസെൽവവും കണ്ടു. പനീർസെൽവം കൂടുതൽ സാവകാശമാണ് ചോദിക്കുന്നത്. ശശികലയാകട്ടെ വേഗത്തിൽ തനിക്കുള്ള സ്വാധീനം ഉപയോഗിച്ച് അധികാരത്തിലേക്ക് വരാനാണ് ആഗ്രഹിക്കുന്നത്. ഗവർണർക്ക് അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്പ്യൂട്ടുള്ള MLA മാരെ തൻ്റെ മുമ്പിലോ രാഷ്ട്രപതിക്ക് മുമ്പിലോ ഒക്കെ ഹാജരാക്കുന്ന വിധത്തിലേക്കൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടല്ലോ. അത്തരം ആവശ്യപ്പെടലുകൾ ഗവർണറിൽ നിന്നുണ്ടാകാമല്ലോ, ഉണ്ടാകുന്നുണ്ടോ? യഥാർത്ഥത്തിൽ AADMKയിൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ് സർ? പ്രവർത്തകരും ജനവും പനീർസെൽവത്തിനൊപ്പവും നേതാക്കൾ ശശികലയ്ക്കൊപ്പവും എന്നതാണോ അവസ്ഥ? ഇവിടെ ശരിക്ക് ഗവർണറുടെ ഒരു അലംഭാവമാണ് നമ്മൾ കണ്ടത്. 3 ദിവസം അദ്ദേഹം ഈ പ്രദേശത്ത് എത്തിയിട്ടില്ല. കോയമ്പത്തൂർ വന്നിട്ട് പോയിട്ടും ബോംബെക്ക് പോയിട്ടും ഇവിടെ വന്നില്ല. ഇത് വളരെ വെച്ച് താമസിപ്പിക്കുകയായിരുന്നു. ഈ പ്രശ്നങ്ങളെല്ലാം നേരത്തെ തന്നെ സെറ്റിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ വെച്ച് താമസിപ്പിക്കുകയായിരുന്നു. അത് തന്നെ ഒരു തെറ്റായ ഒരു നടപടിക്രമമാണ്. ഇവിടെ ഇപ്പോൾ കോടതി വിധി വന്നിട്ടുണ്ട്. പക്ഷേ ശശികലയെ വിളിച്ചിട്ട് അവരുടെ കാര്യം, അതായത് പൊതുവിൽ മെമ്പേഴ്സിനെ അംഗങ്ങളെ വിളിച്ചിട്ട് അവർക്ക് ഇത് കൺഫേം ചെയ്യാൻ സാധിക്കും. അതായത് എത്രത്തോളം പെട്ടെന്ന് കാര്യം സെറ്റിൽ ചെയ്യാൻ സാധിക്കും. ഇത് സ്റ്റേറ്റിൻ്റെ പ്രശ്നമാണ്, ഒരു ഗവർണറുടെ പ്രശ്നമല്ല ഇത്. ഈ സ്റ്റേറ്റ് വളരെ അരാജകത്വത്തിൽ നീങ്ങുകയാണ്. ആ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് ഈ മെമ്പേഴ്സിനെ വിളിച്ചിട്ട് ഒരു ഫ്ലോർ ടെസ്റ്റ് നടത്തുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടതാണ്. ഇപ്പോൾ പനീർസെൽവത്തിൻ്റെ കയ്യിൽ എത്രത്തോളം ആൾക്കാരുണ്ട് അല്ലെങ്കിൽ അപ്പുറത്ത് എത്രയുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇവിടെ പ്രശ്നങ്ങൾ സെറ്റിൽ ചെയ്യാൻ കുറേ കൂടി സ്പീഡിയായിട്ട് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ നടത്തേണ്ട ഒരു കടമ ഗവർണർക്കുണ്ടായിരുന്നു. അത് ഗവർണർ തെറ്റിച്ചിരിക്കുകയാണ്. മാത്രമല്ല, പനീർസെൽവം ഏറ്റവും നല്ല മുഖ്യമന്ത്രിയായിരുന്നു എന്ന് ഇദ്ദേഹം ബോംബെയിൽ പ്രസ്താവിക്കുകയും ചെയ്തു. അതൊരു പാർഷ്യാലിറ്റിയാണ്. അങ്ങനെ ഒരു പക്ഷാഭേദത്തിലൊന്നും സംസാരിക്കാൻ പാടില്ല ഒരു ഗവർണർ. ഇവിടെ വന്നിട്ട് ഇപ്പോൾ തന്നെ 2 ദിവസമായി. എത്രയും പെട്ടെന്ന് സെറ്റിൽ ചെയ്യാൻ എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്താനോ? ഈ കള്ള ഒപ്പാണെന്ന് കണ്ടിട്ട് പോലും അതിന് ഒരു പെട്ടെന്ന് ഇവിടെ ആളിനെ വിട്ടിട്ട് അത് അന്വേഷിക്കാനുള്ള സാധ്യത ഉണ്ട് ഗവർണർക്ക്. അതും ചെയ്തിട്ടില്ല. അങ്ങനെ പൊതുവിൽ ഗവർണറുടെ ഒരു അലംഭാവമാണ് നമ്മളിവിടെ തമിഴ്നാട്ടിൽ ഇപ്പോൾ കാണുന്നത്. അല്ലെങ്കിൽ ഇത്രത്തോളം പ്രശ്നം രൂക്ഷമാകില്ല എന്നാണ് എൻ്റെ വിശ്വാസം.
രാജേഷ്, ഏതായാലും അതൊന്ന് കാത്തു സൂക്ഷിച്ചുകൊള്ളുക. വാക്കും പ്രവൃത്തിയും ഗവർണറുടേത് പല നിലയ്ക്കും സംശയാസ്പദമാണെന്ന് സംശയിക്കാവുന്ന അല്ലെങ്കിൽ ആരോപിക്കാവുന്ന ഘടകങ്ങളെക്കുറിച്ചാണ് ശ്രീ പി.കെ. ശ്രീനിവാസൻ ഇപ്പോൾ ഓർമ്മിപ്പിച്ചത്. അതിഥികളിലേക്ക് പ്രൈം ഡിബേറ്റ് ചർച്ചയിലേക്ക് വേഗം മടങ്ങി വരാം. ഒരിടവേള.